കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച എൻ്റർപ്രണറിയൽ ഗ്രോത്തിൻ്റെ ഫാക്ടേഴ്സിൻ്റെ ബാക്കി ഭാഗം 3 പോയിന്റ്സാണ് നമ്മളന്ന് പഠിച്ചത് അല്ലേ. 4ഉം 5ഉം കൂടി ഇന്ന് പഠിക്കാനുണ്ട്. മൊത്തം 5 ഫാക്ടേഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ എസ്സേ ക്വസ്റ്റ്യൻ ആണ് അത്. നിങ്ങൾക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് ഇതിൽ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഭംഗിയായിട്ട് വായിക്കുക എന്നിട്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാവും. ഇപ്പം നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ഇത്ര മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ, കണ്ടന്റ് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പോയിന്റ്സ് നന്നായി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. Okay, economic factors. Economic factors also influence the growth of entrepreneurship. The important economic factors are infrastructural facilities, availability of capital, financial resources, availability of material know-how, labor condition, market support system and government policy. The first policy is ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്. എന്താണ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യങ്ങൾ. ഒരു ബിസിനസ് സ്ഥാപനം നടത്തുമ്പോൾ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? പവർ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെക്നിക്കൽ ഇൻഫർമേഷൻ എക്സെട്ര. ടെക്നിക്കൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ബിസിനസ്സാണോ നടത്തുന്നത് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അത് ഏതൊരു നിസ്സാര കച്ചവടമാണെങ്കിൽ പോലും, ഒരു പലചരക്ക് കടയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത് തുടങ്ങി വലിയ വലിയ കടകളാണെങ്കിൽ പോലും അത് ഓരോന്നിനും ഓരോ രീതികളുണ്ടായിരിക്കും അല്ലേ. ദിസ് പ്രൊവൈഡ് എക്സ്റ്റേണൽ ഇക്കോണമീസ് and improve the efficiency of investment by entrepreneurs. Land and factory shed at concessional rate, adequate supply of power, water, coal and other source of energy, transport facilities and other facilities should be provided to encourage entrepreneurs to set up new entrepreneurs. നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന് തുടങ്ങുന്നതിന് നമുക്കുള്ള ലാൻഡ്, ബിൽഡിങ്, കൺസെഷണൽ റേറ്റിൽ ഫിനാൻസ് കിട്ടുന്നത്, കൺസെഷണൽ റേറ്റിൽ പവർ സപ്ലൈ കിട്ടുന്നത്, വെള്ളം, കോൾ, എല്ലാ കാര്യങ്ങളും ഈ പ്രവർത്തനത്തിന് അടിത്തറ അല്ലെങ്കിൽ ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി നല്ല ലോ റേറ്റിൽ ലാൻഡ് കിട്ടാൻ നോക്കണം, ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ഫിനാൻസ് കിട്ടാൻ നോക്കണം, ലോ റേറ്റിൽ ബിൽഡിങ് കിട്ടാൻ നോക്കണം. അപ്പം ഇതൊക്കെ നമ്മുടെ പ്രോഫിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് നല്ല റെന്റ് കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ബിസിനസ് തുടങ്ങി അതിനുള്ള ലാഭമൊന്നും കിട്ടുന്നില്ലെങ്കിൽ എങ്ങനെ അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും? അപ്പം ഇവിടെ ഓരോ കാര്യങ്ങളും അത്രയും പ്രാധാന്യമുള്ളതാണ്. ഈ സംവിധാനത്തിനെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അടുത്തത് അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. ബിൽഡിങ് കിട്ടിയാലും ലാൻഡ് കിട്ടിയാലും പവർ സപ്ലൈ കിട്ടിയാലും എല്ലാം നമുക്ക് ബിസിനസ് നടത്തണമെങ്കിൽ നമുക്ക് കയ്യിൽ ക്യാപിറ്റൽ വേണം. ഈ ക്യാപിറ്റൽ എങ്ങനെ നേടിയെടുക്കാം? ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള ധനസഹായം ബാങ്കുകളിൽ നിന്നും മറ്റ് സാമ്പത്തിക സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷിച്ച് ഒക്കെ ആവശ്യമാണ് ബിസിനസ് തുടങ്ങുന്നതിന്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ കണ്ടെത്തണം. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടിയാലേ നമുക്ക് ലാഭമുള്ളൂ. ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തിട്ട് ബിസിനസ് തുടങ്ങി കിട്ടുന്ന പ്രോഫിറ്റ് മുഴുവൻ അതിലേക്ക് കൊണ്ടുവന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എല്ലാവരും തന്നെ സ്വന്തമായി കയ്യിൽ പണം ഉണ്ടായിട്ടൊന്നല്ല ബിസിനസ് നടത്തുന്നത്. പലരും പല സോഴ്സിൽ നിന്ന് പണം കണ്ടെത്തിയിട്ട് തന്നെയാണ് ബിസിനസ് നടത്തുന്നത്. ഇനി അടുത്തതാണ് അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ നോ-ഹൗ. നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ, ഉദാഹരണത്തിന് ഒരു ഫർണിച്ചർ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് കരുതൂ. അതിനാവശ്യമായ മരം, ടിമ്പർ ലോ റേറ്റിന് എവിടെ നിന്ന് എടുക്കാൻ സാധിക്കും? അതേപോലെ ഓരോന്നും ഇപ്പോൾ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇരുമ്പ് അല്ലെങ്കിൽ എന്ത് സാധനങ്ങളായാലും അതിനാവശ്യമായിട്ടുള്ള കണ്ടന്റ്, ഇനിയിപ്പോൾ ഒന്നും വേണ്ട വല്ല എന്താ പറയുക എന്ത് കടയായിക്കോട്ടെ അതിനാവശ്യമായ മെറ്റീരിയൽ എന്താണോ അത് എവിടെ നിന്ന് ചീപ്പ് റേറ്റിന് കിട്ടുമെന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതും നമ്മുടെ എൻ്റർപ്രണറിയലിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. നല്ല ലേബർ കണ്ടീഷൻ,
അല്ലേ? നമ്മൾ നല്ലൊരു ഹോട്ടൽ തുടങ്ങി അല്ലെങ്കിൽ നല്ല ഏതൊരു സ്ഥാപനം തുടങ്ങി നമുക്ക് നല്ലൊരു ലേബേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ, വിചാരിച്ച പോലെ പണിക്കാരെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പണി അവിടെ പെൻഡിങ് ആയി കിടക്കും. അപ്പം നല്ലൊരു ലേബർ കണ്ടീഷൻ ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കാനും ആ മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇത്രയും പ്രൊഡക്ഷൻ നടത്തിയിട്ടും എന്താ കാര്യം? അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളെ വിൽക്കാൻ പറ്റുന്ന മാർക്കറ്റ് എവിടെയാണെന്ന് അന്വേഷിക്കലാണ് പ്രധാനമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എബിലിറ്റി, ഇനീഷ്യേറ്റീവ് ആൻഡ് സപ്പോർട്ട് സിസ്റ്റം ആർ എസെൻഷ്യൽ പ്രീ റിക്വസിറ്റ്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്. സപ്പോർട്ട് സിസ്റ്റം ഇൻക്ലൂഡ് ഫിനാൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, റിസർച്ച്, ട്രെയിനിങ്, കൺസൾട്ടൻസി, ആൻസിലറി ഇൻഡസ്ട്രി എക്സെട്ര. അതായത് സാമ്പത്തികമായതും വ്യവസായ സംബന്ധമായതും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റിസർച്ചുകൾ ആവശ്യമാണെങ്കിൽ, അതുപോലെ ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ, അതുപോലെ കൺസൾട്ടൻസി സർവീസ് പറഞ്ഞാൽ എന്താ? നമ്മൾ ഏത് ബിസിനസ് തുടങ്ങുന്നതോ അതിൻ്റെ അപ്ഗ്രേഡേഷന് ആവശ്യമായിട്ടുള്ള ഇടയ്ക്കിടയ്ക്ക് ഓരോ ടിപ്സ്. ഉദാഹരണത്തിന് ഒരു ബ്യൂട്ടി പാർലറാണ് നമ്മൾ നടത്തുന്ന സ്ഥാപനം എന്ന് കരുതൂ, അതിൻ്റെ ആവശ്യമായിട്ടുള്ള റീസെൻറ്റ് ട്രെൻഡ്സ്, റീസെൻറ്റ് പ്രൊഡക്ട്സ്, അതിനെക്കുറിച്ചുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ക്ലാസ്സുകൾ ഒക്കെ ഉണ്ടായിരിക്കും ഇവരുടെ അസോസിയേഷൻ്റെയൊക്കെ ഭാഗമായിട്ട്. അതുപോലെ ആൻസിലറി ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ അനുബന്ധ വ്യവസായം എന്നുള്ളതാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ മെയിൻ ബിസിനസ് ഒരു കാറിൻ്റെ ബിസിനസ്സാണ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ മാനുഫാക്ചറിങ് ആണെങ്കിൽ അതിൻ്റെ ടൂൾസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഉണ്ടാവും, സബ് പ്രൊഡക്ട്സ്. അതിനെയാണ് നമ്മൾ ആൻസിലറി യൂണിറ്റ് എന്ന് പറയുക. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി. നമ്മൾ ഏത് രാജ്യത്ത് നിലകൊള്ളുന്നുവോ, ഏത് സ്ഥലത്ത് ബിസിനസ് നടത്തുന്നുവോ ആ സ്ഥലത്തേക്ക് ആവശ്യമായ ടാക്സ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്ട്രിക്ഷൻസ്, ഓർഡേഴ്സ് എല്ലാം നമ്മൾ നോക്കി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ആണ്. പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിനെ, എൻ്റർപ്രണറെ സംബന്ധിക്കുന്നതാണ്. അതിൽ വരുന്ന 3 കാര്യങ്ങളാണ് ഇൻഡിപെൻഡൻസ്, പേഴ്സണാലിറ്റി, ഇൻഡിപെൻഡൻസ് ആൻഡ് കമ്പൽഷൻ. പേഴ്സണാലിറ്റി ഏതൊരു ജോബിനാണെങ്കിലും ഒരു വ്യക്തിക്കുള്ള പേഴ്സണാലിറ്റി, അത് ബാഹ്യമായ ഒരു ഭംഗി എന്നൊരർത്ഥം അതിനില്ല. നമ്മളുടെ പെരുമാറ്റം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വരുന്ന ആ ഒരു behavior, well dressed. The entrepreneur personality comprises persons, his skill, style and motive. നമ്മൾ ഒരാളുടെ ബാഹ്യമായ സൗന്ദര്യം ഒന്നുമല്ല ഒരു ബിസിനസ്സിന് ആധാരമായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പെരുമാറ്റം, ആ ഒരു സിൻസിയറിറ്റി, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇംപ്രസീവ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ സ്കിൽ ഹെൽപ്പ് ടു ഡെവലപ്പ് എന്റർപ്രണർഷിപ്പ്. ദീസ് ക്വാളിറ്റീസ് ആർ required for entrepreneurs because they have to work with officers, managers, engineers, laborers, customers, investors, government officers and ministers. അപ്പോൾ ഒരു എന്റർപ്രണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപഴകേണ്ടതായിട്ടുണ്ട്. ഈ ഇടപഴകുന്ന ആൾക്കാരോടെല്ലാം, ഈവൻ തൻ്റെ തൊഴിലാളികളോടാണെങ്കിൽ പോലും, ഈവൻ നമ്മുടെ നെയ്ബേഴ്സിനോടായാൽ പോലും നല്ല രീതിയിലുള്ള, നെയ്ബേഴ്സ് മീൻസ് വീടിനടുത്തുള്ളവരെന്നല്ല, സ്ഥാപനത്തിനടുത്തുള്ളവരായാലും എല്ലാവരും, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ, ഗവൺമെൻറ് ഓഫീസേഴ്സ്, മിനിസ്റ്റേഴ്സ്, എല്ലാവരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ്. Another personality factor which influences entrepreneurship is independence. An entrepreneur work out plan of his own, search and explore resources and experiences and use inner urge to make the enterprise success instead waiting for the suggestion or direction from others. മറ്റുള്ളവരിൽ നിന്ന് ആവശ്യമുള്ള സജഷൻസ് എടുത്തുകൊണ്ട് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം entrepreneur എന്ന് പറയുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഈസ് കമ്പൽഷൻ. Certain compelling reasons also force the people to become entrepreneur. These include unemployment. നമുക്ക് ചില കാര്യങ്ങൾ കൊണ്ട് നമുക്കൊരു ബിസിനസ് തുടങ്ങിയേ തീരൂ, അല്ലെങ്കിൽ എനിക്കതിൽ വിജയം കൈവരിച്ചേ തീരൂ എന്നുണ്ട്. കാരണം എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് വേറെ ജീവിത മാർഗമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിർബന്ധമായും നമ്മൾ ബിസിനസ് നടത്താൻ ബാധ്യസ്ഥരാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് ഐഡിൽ ഫണ്ട് ഉണ്ട്, ഉപയോഗിക്കാത്ത കുറച്ച് ഫണ്ട് ഇരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമുക്കത് ഐഡിലായിട്ട് കിടക്കാതെ അത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൂടാ? അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്
ഇപ്പം നമ്മൾ ഒരു റിട്ടയർഡ് പേഴ്സൺ ആണ്, അദ്ദേഹത്തിൻ്റെ ജോലി റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ. അപ്പം പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി എൻ്റർപ്രണർ ആകുന്നത്. ചിലപ്പോൾ പണം കയ്യിലുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാന്ന് വെച്ചിട്ടാവും, ചിലപ്പോൾ ഒരു ഉപജീവന മാർഗമായിട്ടാവും, ചിലപ്പോൾ ഒരു നേരം പോക്കായിട്ടാവും. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഒരു എൻ്റർപ്രണർ ഒരു എൻ്റർപ്രൈസസ് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു നെസസിറ്റീസ് കൂടുകയും അതിനോടുള്ള ആ ഒരു മോട്ടിവേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു എൻ്റർപ്രണറിയൽ